നക്ഷത്രമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും വർണ്ണാഭമായതും ആഘോഷപൂർവമായതുമായ പേരുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: പൂരം. കേരളീയ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പൂരം എന്നത് കേവലം ഒരു നക്ഷത്രനാമമല്ല, അത് ആവേശത്തിന്റെയും ആരവത്തിന്റെയും ആനന്ദത്തിന്റെയും പര്യായമാണ്. തൃശൂർ പൂരത്തിന്റെ ഗാംഭീര്യവും ഇലങ്ങിത്തറ മേളത്തിന്റെ താളവും ആനപ്പുറത്തെ കുടമാറ്റത്തിന്റെ വർണ്ണപ്പകിട്ടും പോലെ തന്നെ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ്. പ്രപഞ്ചത്തിലെ നക്ഷത്രമാലയിലെ 11ാമത്തെ മുത്തായി തിളങ്ങുന്ന ഈ നക്ഷത്രം സൗന്ദര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. പൂരം നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ശുക്രന്റെ പ്രഭാവമാണ്. നക്ഷത്രത്തിന്റെ അധിപൻ അസുരഗുരുവായ ശുക്രനാണ്. പ്രണയത്തിന്റെയും ലാവണ്യത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെയും കാരകനായ ശുക്രൻ ഭരിക്കുമ്പോൾ ആ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ടാകുന്നു. ഇവർ നിൽക്കുന്ന ഇടങ്ങളിൽ ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കും. സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലാണ് പൂരം വരുന്നത് എന്നതിനാൽ ശുക്രന്റെ സൗമ്യതയ്ക്കൊപ്പം തന്നെ സൂര്യന്റെ തേജസ്സും അധികാരഭാവവും ഇവരിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. അതായത് മനോഹരമായ ഒരു പൂവിനുള്ളിലെ അഗ്നിനാളത്തെ പോലെയാണ് പൂരം നക്ഷത്രക്കാർ. പുറമേ ശാന്തരും ആകർഷകരുമാണെങ്കിലും ഉള്ളിൽ ഉറച്ച തീരുമാനങ്ങളും ആത്മവിശ്വാസത്തിന്റെ കരുത്തുമുള്ളവരാണിവർ. ഈ നക്ഷത്രത്തിന്റെ ദേവത ഭഗനാണ്. ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ദേവനാണ് ഭഗൻ. ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യം കടാക്ഷിക്കുന്നവരാണ് ഇവർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പൂർവ്വ ബാൽഗുനി എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വലിയ പ്രയാസം നേരിടേണ്ടി വരാറില്ല. പലപ്പോഴും കഠിനാധ്വാനത്തെക്കാൾ ഉപരിയായി ഇവരുടെ ഭാഗ്യവും വ്യക്തിപ്രഭാവവുമാണ് ഇവരെ വിജയപീഠത്തിൽ എത്തിക്കുന്നത്. ഒരു കട്ടിലിന്റെ മുൻഭാഗത്തെ 2 കാലുകൾ പോലെയാണ് ഈ നക്ഷത്രത്തിന്റെ ആകൃതി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്രമത്തിന്റെയും ആനന്ദത്തിന്റെയും പ്രതീകമാണത്. ജീവിതം ആഘോഷിക്കാനും മറ്റുള്ളവരെ ആഘോഷങ്ങളിൽ പങ്കുചേർക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും ആരെയും വശീകരിക്കുന്ന പുഞ്ചിരിയും ഏതു വലിയ കൂട്ടത്തിലും വേറിട്ട് നിൽക്കുന്ന പ്രകൃതവും പൂരം നക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. എന്താണ് പൂരം നക്ഷത്രക്കാരെ ഇത്രയേറെ സ്വീകാര്യരാക്കുന്നത്? അവരുടെ സ്വഭാവത്തിലെ ഏത് സവിശേഷതയാണ് അവരെ ജനപ്രിയരാക്കുന്നത്? സൗന്ദര്യവും ബുദ്ധിയും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ അജ്ഞാതമായ തലങ്ങളിലൂടെയും അവർക്ക് ജന്മനാ ലഭിക്കുന്ന പ്രത്യേകതകളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. അവരുടെ പ്രണയം, തൊഴിൽ, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നക്ഷത്ര രഹസ്യങ്ങളുടെ കൗതുകകരമായ ലോകമാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. വശ്യമായ സൗന്ദര്യത്തിനുടമകളായ കലകളെ സ്നേഹിക്കുന്ന ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷപൂർവ്വം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. പൂരം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായി. ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും പ്രസന്നമായ മുഖഭാവവും ഇവരുടെ പ്രത്യേകതയാണ്. ഇവർ ജനിക്കുമ്പോൾ തന്നെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കൂടെ കൂട്ടുന്നു. പൂരം നക്ഷത്രക്കാർ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ളവരാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ നിൽക്കാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ട്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ഉറച്ച വിശ്വാസമുണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാൻ ഇവർ പൊതുവെ ഇഷ്ടപ്പെടാറില്ല. ഇവർക്ക് സ്വാതന്ത്ര്യം വളരെ വലുതാണ്. ആരുടെയും കീഴിൽ ഒതുങ്ങിക്കൂടാൻ ഇവർ താല്പര്യപ്പെടില്ല. സ്വന്തം തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനാണ് ഇവർക്കിഷ്ടം. അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഇവരെ പ്രകോപിപ്പിച്ചേക്കാം. ശുക്രന്റെ സ്വാധീനം മൂലം സൗന്ദര്യത്തോടും ആഡംബരത്തോടും ഇവർക്ക് പ്രത്യേക മമതയുണ്ട്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനും വീടും പരിസരവും ഭംഗിയായി സൂക്ഷിക്കാനും ഇവർ താല്പര്യപ്പെടുന്നു. കലാപരമായ കാര്യങ്ങളിൽ ഇവർക്ക് സ്വാഭാവികമായ വാസനയുണ്ടാകും. ഇവർ നുണ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഏതു കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമാണ് ഇവരുടേത്. ചതിയും വഞ്ചനയും ഇവരുടെ സ്വഭാവത്തിലില്ല. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും. ഒരു കൂട്ടത്തെ നയിക്കാനുള്ള കഴിവ് പൂരം നക്ഷത്രക്കാർക്ക് സഹജമാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും അവർക്ക് വഴികാട്ടിയാകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും അവ നടപ്പിലാക്കാനും ഇവർക്ക് സാധിക്കുന്നു. സംസാരത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇവർക്ക് മിടുക്കുണ്ട്. നർമ്മബോധം കലർന്ന ഇവരുടെ സംസാരം എല്ലാവരെയും രസിപ്പിക്കും. സദസ്സുകളിൽ തമാശകൾ പറഞ്ഞും അറിവ് പങ്കുവച്ചും ഇവർ ശ്രദ്ധ കേന്ദ്രമാകാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ട്. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആർക്കും ചെയ്തു കൊടുക്കാൻ ഇവർ മടിക്കില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇവർ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടിയെടുക്കാൻ പൂരം നക്ഷത്രക്കാർക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇവരുടെ സൗഹൃദ വലയം വളരെ വലുതായിരിക്കും. ഇവർക്ക് പെട്ടെന്ന് ജനശ്രദ്ധ നേടാൻ സാധിക്കും. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഏർപ്പെട്ടാൽ ഇവർക്ക് വലിയ ജനപിന്തുണ ലഭിക്കാറുണ്ട്. അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമാണ്.
വീട്ടിലെത്തുന്നവരെ ആദരവോടും സ്നേഹത്തോടും സ്വീകരിക്കുന്ന കാര്യത്തിൽ പൂരം നക്ഷത്രക്കാർ മുൻപന്തിയിലാണ്. ജീവിതത്തിലെ ദുഷ്കരമായ സാഹചര്യങ്ങളെ പോലും ചിരിച്ചു തള്ളാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണ്. പൂരം നക്ഷത്രക്കാർ ബുദ്ധിശാലികളാണ്. എങ്കിലും കുട്ടിക്കാലത്ത് പഠനത്തിൽ അല്പം മടി കാണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ലക്ഷ്യബോധമുണ്ടായാൽ ഇവർ കഠിനാധ്വാനം ചെയ്യുകയും ഉന്നത വിജയം നേടുകയും ചെയ്യും. അഭിനയം, സംവിധാനം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. വ്യാപാര രംഗത്ത് ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. വക്കീൽ, ജഡ്ജി എന്നീ നിലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഇവരുടെ കഴിവ് ഇവിടെ പ്രയോജനപ്പെടുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായോ രാഷ്ട്രീയ നേതാക്കളായോ ഇവർക്ക് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഫാഷൻ ഡിസൈനിങ്, ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഇവർക്ക് ഭാഗ്യം നൽകും. പൂരം നക്ഷത്രക്കാർക്ക് ഒരു ജോലിയിലും സ്ഥിരമായി നിൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മാറ്റങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നു. എന്നാൽ 38 വയസ്സിന് ശേഷം ഇവരുടെ തൊഴിൽ മേഖലയിൽ വലിയ സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം. ഇവർ സ്നേഹനിധികളായ പങ്കാളികളും ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളുമായിരിക്കും. സാധാരണയായി പൂരം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും. പങ്കാളിയോട് അങ്ങേയറ്റം വിശ്വസ്തത ഇവർ പുലർത്തും. എങ്കിലും ചെറിയ പിണക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ പങ്കാളി ബുദ്ധിശാലികളായിരിക്കും. മക്കളെ അമിതമായി സ്നേഹിക്കുകയും അവരുടെ വളർച്ചയിൽ വലിയ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നവരാണിവർ. മക്കളുടെ നേട്ടങ്ങളിൽ ഇവർ അഭിമാനിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമായിരിക്കും പൂരം നക്ഷത്രക്കാർ. എല്ലാ നക്ഷത്രക്കാരെയും പോലെ പൂരം നക്ഷത്രക്കാർക്കും ചില ദോഷവശങ്ങൾ അല്ലെങ്കിൽ ബലഹീനതകൾ ഉണ്ടാകാം. അവ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് ജീവിത വിജയത്തിന് സഹായിക്കും. ചില സമയങ്ങളിൽ ഇവർ അമിതമായ മടി കാണിക്കാറുണ്ട്. കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഇവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം. താൻ പറയുന്നതാണ് ശരിയെന്ന പിടിവാശി ചിലപ്പോൾ ഇവർക്കുണ്ടാകാം. ഇത് മറ്റുള്ളവരുമായി അകൽച്ച ഉണ്ടാക്കാൻ കാരണമായേക്കാം. ആഡംബര ജീവിതത്തിനായുള്ള ആഗ്രഹം അനാവശ്യമായ ചെലവുകൾക്ക് കാരണമാകും. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം. എന്നാൽ ആ ദേഷ്യം അധിക നേരം നീണ്ടു നിൽക്കില്ല. എങ്കിലും ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. വാദം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് നേരിയ സാധ്യതയുണ്ട്. അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയും വ്യായാമം ശീലമാക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം 1-ാം പാദക്കാർ സൂര്യന്റെയും ശുക്രന്റെയും സ്വാധീനം കൂടുതലുള്ളവരായിരിക്കും. ഇവർ വളരെ ധൈര്യശാലികളും അധികാര സ്വഭാവമുള്ളവരുമായിരിക്കും. ഭരണരംഗത്ത് ഇവർ തിളങ്ങും. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം 2-ാം പാദക്കാർ അല്പം ശാന്ത സ്വഭാവക്കാരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം 3-ാം പാദക്കാർ സർഗാത്മക കഴിവുകളുള്ളവരായിരിക്കും. സൗന്ദര്യബോധവും കലകളോടുള്ള താല്പര്യവും ഇവരിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട പൂരം 4-ാം പാദക്കാർ അല്പം വികാരഭരിതരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. കഠിനാധ്വാനികളായ ഇവർ ലക്ഷ്യം നേടാൻ കഠിനമായി പരിശ്രമിക്കും. പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ്. വെള്ളിയാഴ്ചകളിൽ വെള്ള അല്ലെങ്കിൽ ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. പച്ചയും ഇവർക്ക് നല്ലതാണ്. ഭാഗ്യരത്നം വജ്രം. എന്നാൽ ഗ്രഹനില പരിശോധിച്ച് മാത്രം ധരിക്കുക. വെള്ള മരതകമോ വെള്ള പുഷ്യരാഗമോ പകരമായി ഉപയോഗിക്കുക. ഭാഗ്യ നമ്പർ 9, 6. ദേവത ഭഗൻ. പൂരം നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. ശുക്രപ്രീതിക്കായി മഹാലക്ഷ്മി ആരാധന ഇവർക്ക് ഏറ്റവും ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് അർച്ചന നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. കൂടാതെ ശിവപാർവതി ആരാധനയും ഇവർക്ക് ഗുണകരമാണ്. പൂരം നക്ഷത്രം ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. ജീവിതം ആസ്വദിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. തങ്ങളുടെ മടിയും പിടിവാശിയും മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ ലോകം കീഴടക്കാൻ പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കും. ആഡംബരങ്ങളുടെ നടുവിലും സത്യസന്ധതയും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. സൗന്ദര്യവും ബുദ്ധിയും ഒത്തുചേരുന്ന പൂരം നക്ഷത്രക്കാർ ഏത് സമൂഹത്തിലും ഒരു വെളിച്ചമായി ശോഭിക്കുന്നു. പോസിറ്റീവ് എനർജി നൽകുന്ന ഇവരുടെ സാമീപ്യം ആർക്കും ആശ്വാസകരമാണ്. തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് മുന്നേറിയാൽ പൂരം നക്ഷത്രക്കാരുടെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും.